everyone. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു 4 ഇയറിൻ്റെ കോഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ലൈക്ക് ഏതൊക്കെ സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഉള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 4 ഇയറിലായിട്ട് നമുക്ക് 8 സെമസ്റ്റർ ആയിട്ടാണ് ഓരോ സബ്ജക്റ്റും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സെമസ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോർ പേപ്പർ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ആണ്. അതോടൊപ്പം തന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. അതോടൊപ്പം ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പേപ്പർ ഉണ്ട്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. സോ നിങ്ങൾക്ക് കാണാം ടൈപ്പ് ഓഫ് കോഴ്സ്, കോഴ്സ് കോഡ്, കോഴ്സ് നെയിം. അപ്പോൾ ആ കോഴ്സ് നെയിമും ആ കോഴ്സ് കോഡൊക്കെ ഒന്ന് റെഫർ ചെയ്തോളാം കേട്ടോ. ആൻഡ് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണത്. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് പേപ്പറാണ് നമുക്ക് പഠിക്കേണ്ടത് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇവിടെ 3 സബ്ജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്: ഹിസ്റ്ററിക്കൽ ടൂറിസം, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ്, ലീഗൽ ലിറ്ററസി. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് പഠിക്കേണ്ടത്? ഇപ്പോൾ ഇംഗ്ലീഷ് ഹോണേഴ്സ് തന്നെ പഠിക്കുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ പഠിക്കണം, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് സഹായമാണ്. ആൻഡ് അതേപോലെ തന്നെ മറ്റ് സെമസ്റ്ററുകളിലും ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്ന പേപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോൺറകൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ജോൺറ, പോയട്രി ആൻഡ് ഡ്രാമ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ജോൺറയുള്ള കാര്യം നമുക്കറിയാം: പോയട്രി, ഡ്രാമ, ഷോർട്ട് സ്റ്റോറീസ്, ഫിക്ഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, പോയട്രിയിലോട്ടും ഡ്രാമയിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. അതോടൊപ്പം മൈനർ ഡിസിപ്ലിൻ കോഴ്സ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ. ഓക്കെ, നമ്മുടെ ഒരു ബ്രിട്ടൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ടുള്ളത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. നമുക്കറിയാം LSRW ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്, മൾട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന്. അതിൽ ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള 3 സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. റെഡിയല്ലേ? ദെൻ തേർഡ് സെമസ്റ്ററിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് 5 സബ്ജക്റ്റുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ജോൺറ, പ്രോസ് ആൻഡ് ഫിക്ഷൻ. കഴിഞ്ഞൊരു ജോൺറ പഠിക്കുമ്പോൾ, ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പോയട്രി ആൻഡ് ഡ്രാമയാണെങ്കിൽ ഇവിടെ എന്താണുള്ളത്? പ്രോസ് ആൻഡ് ഫിക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു തേർഡ് സെമ്മിലോട്ട് വരുമ്പോൾ, അതായത് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമുക്ക് മോഡേൺ ലാംഗ്വേജസും പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. ലൈക്ക് ഏതൊക്കെയാണ്? ഹിന്ദി ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, അറബിക് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ ഏത് ലാംഗ്വേജാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ മറ്റൊന്നുണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് ലേണർ ക്യാൻ ചൂസ് എനിവൺ. കണ്ടോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാല്യൂ ആഡഡ് കോഴ്സാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, മഹാത്മാഗാന്ധി, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി, ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂ ആഡഡ് കോഴ്സുകളുണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് ഈ 2 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ലൈക്ക് ഡേറ്റ അനലിറ്റിക്, പൈത്തൺ ഫോർ ഓൾ, ഇങ്ങനെയുള്ള 2 പേപ്പറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ 4 കൊടുത്തിട്ടുണ്ട്, ഹ്യൂമാനിസം ആൻഡ് ലോജിക്, മൂക്ക്. ഓക്കെ, ഇതിൽ 4 ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇതെന്തിനാണ്? നമ്മുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത സ്റ്റുഡൻറ്റിന് ആ ലിറ്ററേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നോളജ് മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്, നേരത്തെ കണ്ട പോലെ തന്നെ.
ഇതിലും നമുക്കൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 5 സബ്ജക്റ്റാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സോഷ്യൽ എത്തിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ദെൻ 4th സെമസ്റ്ററിലോട്ട് കിടക്കുമ്പോൾ ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ ട്രഡീഷൻ ഫ്രം അരിസ്റ്റോട്ടിൽ to F.R. Lewis, regional literature in translation, comparative literature, അങ്ങനെ മേജർ അതായത് എലക്റ്റീവ് കോഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ എലക്റ്റീവ് ആണ് റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷനും അതോടൊപ്പം കമ്പാരിറ്റീവ് ലിറ്ററേച്ചറും. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മേജർ ഡിസിപ്ലിൻ ആണ് കമ്പൽസറി ആയിട്ടുള്ളത്. എന്താണത്? ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ ട്രഡീഷൻ ഫ്രം അരിസ്റ്റോട്ടിൽ ടു F.R. Lewis. ദെൻ ഇവിടെ നമുക്ക് മോഡേൺ ലാംഗ്വേജസ് പഠിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഹിന്ദി, അതേപോലെ തന്നെ ഒരു സാൻസ്ക്രിറ്റ് പേപ്പർ, അറബിക് ആൻഡ് മലയാളം. ഓക്കെ, ദെൻ വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം, എൻവയോൺമെൻറ്റൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഒരു വാല്യൂ ആഡഡ് കോഴ്സും കൂടെ ഉണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ദെൻ കഴിഞ്ഞൊരു സെമ്മത്തെ പോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് ഫോർ ബിസിനസ്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൂക്ക്. അപ്പോൾ ഇതിലും നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. ദെൻ 5th സെമസ്റ്ററിലോട്ട് കിടക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ഇനി 3rd ഇയറിലോട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? യെസ്, മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, ലാംഗ്വേജിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് നമ്മളിങ്ങനെ ലിറ്ററേച്ചർ പഠിച്ചു വരികയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 90,000 to 1945 ഇതുവരെ 1945 വരെയുള്ള ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം ഇനി എലക്റ്റീവ് കോഴ്സും കൂടെ കാണാം. യൂറോപ്യൻ ഫിക്ഷനും അമേരിക്കൻ ലിറ്ററേച്ചറും. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. എലക്റ്റീവായിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ മൈനർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ സെക്കൻഡ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി 6th സെമസ്റ്ററിലോട്ട്, അതായത് 3rd സെമ്മത്തെ അല്ലെങ്കിൽ 3rd ഇയറത്തെ 2nd സെമസ്റ്റർ ഇവൻറ്റ് സെമസ്റ്ററിലോട്ട് കടക്കുമ്പോൾ ഇതിൽ 2 മേജർ ഡിസിപ്ലിൻ കോഴ്സിൻ്റെ ഏതൊക്കെയാണ്? ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അതോടൊപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1946 ടു ദ പ്രസൻറ്റ്. 46 മുതൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള വരെ. അതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 45 വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ 46 വരെയുള്ള മുതലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മേജർ ഡിസിപ്ലിനറി, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള എലക്റ്റീവ് കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ്, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. സോ ഇനി മൈനർ ഡിസിപ്ലിനറി വരുമ്പോൾ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ് വരുന്നത്. ദെൻ 4th സെമസ്റ്ററിലോട്ട് കിടക്കുകയാണ്. പിന്നെ ഹോണേഴ്സ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 4th സെമസ്റ്റർ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാലോ. 4th ഇയർ ഉണ്ടാവും. അപ്പോൾ 7th സെമസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും ലിറ്റററി തിയറി. അതായത് ഇപ്പോൾ ഒരു പി ജിക്കൊക്കെ പഠിക്കുന്ന വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ലിറ്റററി തിയറി ആൻഡ് ഷേക്സ്പിയർ സ്റ്റഡീസ്, ഇതാണ് നമ്മുടെ കമ്പൽസറി ആയിട്ടുള്ള പേപ്പേഴ്സ് വരുന്നത്. ദെൻ ഒരു ഇൻറ്റേൺഷിപ്പോ പ്രോജക്റ്റോ അതും നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഏത് ടോപ്പിക്കിലാണ്, ഇപ്പോൾ ഇത്രയും ഇയർ നമ്മൾ 3 ഇയർ പഠിച്ചിട്ടുള്ളതിൽ ഏത് ടോപ്പിക്കിലാണ് നമുക്ക് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്, ഫർദർ സ്റ്റഡീസ് നടത്താൻ പറ്റുന്നത്, ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇൻറ്റേൺഷിപ്പ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ദെൻ 3ാമത്തെ വരുന്നത് ഒരു ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. അബ്സല്യൂട്ട്ലി നമുക്കറിയാം, ഇങ്ങനെയുള്ള ഒരു റിസർച്ച് നടത്തുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ എങ്ങനെ എഴുതണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് 8th സെമസ്റ്റർ വരുമ്പോൾ എന്തൊക്കെയാണുള്ളത്? യെസ്, അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് അവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. കൾച്ചറൽ സ്റ്റഡീസ് കാണാം. ദെൻ ഒരു ലേണേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 കോഴ്സ് അല്ലെ, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പർപ്പസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അപ്പോൾ നമ്മളുടെ ഒരു കരിയർ തന്നെ ഇവിടെ നമുക്ക് പടുത്തുയർത്താൻ പറ്റും. അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ എന്താവണം, ഏതിലോട്ട് നീങ്ങണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാവുന്നതാണ്. ദെൻ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക്, അതായത് ഇനി കമ്പൽസറി ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് എന്ത് വരുന്നത്?
8th സെമസ്റ്ററിൽ ലാസ്റ്റത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ല ഇത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന ആൻഡ് വളരെ നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പേപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ എഡ്യൂതാലിമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. ദെൻ ഈ ഒരു 8 സെമസ്റ്റർ പഠിക്കുന്നതോടുകൂടെ നമ്മൾ കരസ്ഥമാക്കുന്നത് ഡിഗ്രി, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. സോ സീ യു ദെൻ. താങ്ക് യു.